ഹലോ, ഹാപ്പി മോർണിംഗ് എല്ലാവർക്കും. ഇന്ന് നിങ്ങൾക്കൊരു നല്ല ദിവസമാണ് കേട്ടോ. കാരണം നിങ്ങളിപ്പോൾ ഒരു നല്ല കാര്യം കേൾക്കാൻ തയ്യാറായി ഇരിക്കുകയാണ്. ഇത് നിങ്ങളെ ഒരു മികച്ച ദിവസത്തിലേക്ക് എത്തിക്കും, തീർച്ച. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. ജീവിതം ഒരു ഓർമ്മകളുടെ കളിയാണ്. തോൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതം എന്നത് ഓർമ്മകളെക്കുറിച്ചും മറവികളെക്കുറിച്ചുമുള്ള ഒരു വലിയ കളിയാണ്. ചില കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെക്കും, ചിലത് മറക്കും. എന്നാൽ ഈ കളിയിൽ നമ്മൾ എപ്പോഴാണ് ശരിക്കും തോറ്റുപോകുന്നത് എന്ന് അറിയാമോ? അത് രണ്ട് സാഹചര്യങ്ങളിലാണ്. ഒന്ന്, നിങ്ങൾ ആരാണെന്നും എന്ത് ചെയ്യുന്നുവെന്നും മറക്കുമ്പോൾ. അതെ, നമ്മൾ ആരാണ്, നമ്മുടെ കഴിവുകൾ എന്തൊക്കെയാണ്, നമ്മുടെ ലക്ഷ്യം എന്താണ് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ ജീവിതത്തിൽ വഴിതെറ്റിപ്പോകും. സ്വയം തിരിച്ചറിയാതെ ഇരിക്കുക എന്നത് വലിയൊരു പരാജയമാണ്. ഒരു ഉദാഹരണം പറയാം. ഒരു സിനിമയുടെ നായകൻ ആരാണെന്ന് മറന്നുപോയാൽ ആ സിനിമയുടെ കഥ എങ്ങനെ മുന്നോട്ട് പോകും? അതുപോലെയാണ് നമ്മൾ നമ്മുടെ ജീവിത കഥയിലെ നായകനോ നായികയോ ആണ്. നമ്മുടെ ശക്തിയും കഴിവുകളും എന്താണെന്ന് മറന്ന് വെറുതെ മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ശ്രമിച്ചാൽ അവിടെ നമ്മൾക്ക് സ്വയം നഷ്ടമാകും. ജീവിതം ഒരു പരാജയമായി മാറും. നമ്മുടെ ആത്മവിശ്വാസം നഷ്ടമാകും. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, സംഭവിച്ചു പോയ തെറ്റുകളെയും അതുണ്ടാക്കിയിട്ടുള്ള നഷ്ടങ്ങളെയും കുറിച്ച് ഓർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അതെ, കഴിഞ്ഞു പോയ കാര്യങ്ങൾ, ചെയ്ത തെറ്റുകൾ, നഷ്ടങ്ങൾ, ഇതെല്ലാം ഓർത്ത് നമ്മൾ ഇന്നത്തെ ദിവസത്തെയും നാളെയെയും നശിപ്പിക്കുകയാണെങ്കിൽ അതും ഒരു തരം തോൽവിയാണ്. കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ കുടുങ്ങിക്കിടക്കുന്നത് നമ്മുടെ സന്തോഷത്തെയും മുന്നോട്ടുള്ള പോക്കിനെയും ഇല്ലാതാക്കും. ഒരു യഥാർത്ഥ സംഭവം പറയാം. ലോകപ്രശസ്തനായ ബാസ്കറ്റ്ബോൾ താരം മൈക്കിൾ ജോർദാൻ ഒരുപാട് മത്സരങ്ങളിൽ തോറ്റിട്ടുണ്ട്. വിജയകരമായി ലക്ഷ്യം നേടുന്നതിൽ ആയിരക്കണക്കിന് തവണ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഒരിക്കലും ആ പരാജയങ്ങളെ ഓർത്ത് ഇരുന്നിട്ടില്ല. അദ്ദേഹം പറഞ്ഞത്, ഞാൻ വീണ്ടും വീണ്ടും പരാജയപ്പെട്ടത് കൊണ്ടാണ് എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞത് എന്നാണ്. കഴിഞ്ഞ കാലത്തെ തെറ്റുകളെയും നഷ്ടങ്ങളെയും ഓർത്ത് ദുഃഖിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും ഒരു ഇതിഹാസമാകാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് ജീവിതമാകുന്ന ഓർമ്മകളുടെയും മറവികളുടെയും കളിയിൽ നമ്മൾ തോറ്റുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ആരാണെന്ന് തിരിച്ചറിയുക. നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കുക. കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ തളച്ചിടാതെ ഇന്നിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ. താങ്ക് യു. ഇറ്റ്സ് മീ വിശാഖ്.